സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം ഹന്ത ഭാഗ്യം ജനാനാം. ശ്ലോകത്തിൽ പറയണു, എന്താണ് ജനങ്ങളുടെ ഭാഗ്യം? ആശ്ചര്യം, ജനങ്ങളുടെ ഭാഗ്യം തന്നെ എന്നാണ്. എന്താണ് ജനങ്ങളുടെ ഭാഗ്യം? തത്താവത് സാക്ഷാത് ഗുരുപവനപുരേ ഭാതി, അത് തന്നെ പ്രത്യക്ഷമായി ഗുരുവായൂർ അമ്പലത്തിൽ ശോഭിക്കുന്നു. അത് തന്നെ എന്ന് പറയുമ്പോൾ ഏതാണ്? ബ്രഹ്മതത്വം, അതായത് പരബ്രഹ്മം. അത് തന്നെ പ്രത്യക്ഷമായി ഗുരുവായൂർ അമ്പലത്തിൽ ശോഭിക്കുന്നു. തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ എന്നാണ്. അത് തന്നെ പ്രത്യക്ഷമായി ഗുരുവായൂർ അമ്പലത്തിൽ ശോഭിക്കുന്നു. ഈ അത് തന്നെ എന്ന് പറയുന്നത് എന്താണ്? പരബ്രഹ്മം. പരബ്രഹ്മം തന്നെ പ്രത്യക്ഷമായി ഗുരുവായൂർ അമ്പലത്തിൽ ശോഭിക്കുന്നു. ബാക്കി ശ്ലോകത്തിലെ പദങ്ങൾ പരബ്രഹ്മത്തിൻ്റെ വിശേഷണങ്ങളാണ്. അവ എന്താണെന്ന് നോക്കാം. സാന്ദ്രാനന്ദം, നിറഞ്ഞ ആനന്ദസ്വരൂപം. അവബോധാത്മകം, ജ്ഞാനസ്വരൂപം. അനുപമിതം, മറ്റൊരു വസ്തുവായിട്ട് ഉപമിക്കാൻ പറ്റാത്തത്. കാലദേശാവധിഭ്യാം നിർമുക്തം, കാലത്തിനതീതം, അതുപോലെ ദേശത്തിന് അതീതം. കാലത്തിന് അതീതം എന്ന് പറയുമ്പോൾ ഇന്ന സമയത്ത് ഉണ്ട്, ഇന്ന സമയത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലായ്പ്പോഴും ഉള്ളത്, നാശമില്ലാത്തത്. ദേശത്തിന് അതീതം എന്ന് പറയുമ്പോൾ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന സ്ഥലത്ത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത്. അതാണ് കാലത്തിനും ദേശത്തിനും അതീതം. കാലദേശാവധിഭ്യാം നിർമുക്തം. എല്ലാ കാലത്തുമുണ്ട്, എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നു. അപ്പോൾ പിന്നെ പറയുന്നു നിത്യമുക്തം, മായയിൽ നിന്നും പരിപൂർണമായി മോചിക്കപ്പെട്ടത്. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം, അസംഖ്യം വേദവാക്യങ്ങളെ കൊണ്ട് ശോഭിപ്പിക്കപ്പെട്ടത്. നിഗമം എന്നൊക്കെ പറഞ്ഞാൽ വേദം. പിന്നെ പറയണു അസ്പഷ്ടം ദൃഷ്ടമാത്രേ എന്നാണ്. പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല, പെട്ടെന്ന് സ്പഷ്ടമല്ല എന്നാണ്. പക്ഷേ വീണ്ടും അതിനെപ്പറ്റി മനനം ചെയ്യും തോറും ഒരു പുരുഷാർത്ഥാത്മകം എന്ന് പറയണം. ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങൾ, 4 പുരുഷാർത്ഥങ്ങൾ. ആ പുരുഷാർത്ഥങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മോക്ഷത്തിലേക്ക് നയിക്കുന്നത്. അതാണ് ഒരു പുരുഷാർത്ഥാത്മകം.
ഇങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള സാക്ഷാൽ പരബ്രഹ്മം സാക്ഷാൽ ഗുരുപവനപുരേ ഭാതി പ്രത്യക്ഷമായി ഗുരുവായൂർ അമ്പലത്തിൽ ശോഭിക്കുന്നു. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയദന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേ താവത് വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഒന്നാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മതത്വം സാക്ഷാൽ ഗുരുപവനപുരേ ഭാതി, അതായത് സാക്ഷാൽ പരബ്രഹ്മം തന്നെ അതിമനോഹരമായ ഒരു രൂപം സ്വീകരിച്ച് ഗുരുവായൂർ അമ്പലത്തിൽ ശോഭിക്കുന്നു എന്ന് പറഞ്ഞു. നിഗമശത സഹസ്രേണ നിർഭാസ്യമാനം ഒന്നാം ശ്ലോകത്തിൽ പറഞ്ഞു. അതായത് നിഗമം എന്നൊക്കെ പറഞ്ഞാൽ വേദങ്ങൾ സ്തുതിക്കുന്നത് ഗുരുവായൂരപ്പനെയാണ്. ഇനി രണ്ടാമത്തെ ശ്ലോകം. ഏവം ദുർലഭ്യവസ്തുന്യപി എന്ന് പറയണു. ഇപ്രകാരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ആണ്. സുലഭതയാ ഹസ്തലബ്ധേ, വളരെ എളുപ്പമായി നമുക്ക് കിട്ടിയിരിക്കുന്നു. എന്നിട്ട് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബത ജന എന്ന് പറയണം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? തന്വാ വാചാ ധിയ എന്നൊക്കെ, അതായത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും നിസ്സാരമായ നശിക്കുന്ന വസ്തുക്കളിൽ ഭ്രമിക്കുന്നു. ക്ഷുദ്രതായേവ ശ്ലോകത്തിൽ പറയുന്നു. ജനങ്ങളുടെ മൂഢത്തരം തന്നെ എന്നാണ്, ജനങ്ങളുടെ അറിവില്ലായ്മ തന്നെ ആണ്. ബത കഷ്ടം കഷ്ടം. പിന്നെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. എന്താണ്? വയം തു നമ്മളാകട്ടെ സ്ഥിരതര മനസ്സ ഉറച്ച മനസ്സോടുകൂടി വിശ്വപീഡാപഹത്यै ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും നശിക്കാനായിക്കൊണ്ട് നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ. എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായി വർത്തിക്കുന്ന ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കേണ്ടതാണ്. അപ്പോ വിശ്വപീഡാപഹത്यै നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമ. ലോകത്തിലുള്ള എല്ലാ ദുഃഖങ്ങളും നശിക്കാനായിക്കൊണ്ട് എല്ലാവരുടെ ഉള്ളിലും അന്തര്യാമിയായി വർത്തിക്കുന്നു നിശേഷാത്മാനം. അങ്ങനെയുള്ള ഏനം ഗുരുപവനപുരാധീശം ഏവ, ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിക്കേണ്ടതാണ്.
സത്വം യത്തത് പരഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേവ പുരിതി ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം തത് സ്വച്ഛത്വാദ്യദാച്ഛാദിതപരസുഖജിത് ഗർഭനർഭാസരൂപം തസ്മിൻ ധന്യാരമന്തേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ഒന്നാമത്തെ ദശകം 3-ാം ശ്ലോകമാണ് ചൊല്ലിയത്. സത്വം യത്തത് പരാഭ്യാമപരികലനത എന്ന് പറയുന്ന ശ്ലോകത്തിലാണ്. സത്വഗുണം മറ്റ് 2 ഗുണങ്ങൾ ചേരായിക നിമിത്തം ആണ്. ഗുണങ്ങൾ 3: സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. അതിൽ സത്വഗുണം പരാഭ്യാമപരികലനത എന്ന് പറയുമ്പോൾ മറ്റ് 2 ഗുണങ്ങൾ ചേരായിക നിമിത്തം വളരെ പരിശുദ്ധമാണ് എന്നാണ്. നിർമ്മലം സത്വം, വളരെ പരിശുദ്ധമായ സത്വഗുണം. ആ സത്വഗുണത്തിൽ നിന്നും ഉണ്ടായ ഭൂതേന്ദ്രിയൈഹി എന്നൊക്കെ പറയണു. ഗുരുവായൂരപ്പ, അങ്ങയുടെ 10 ഇന്ദ്രിയങ്ങൾ മുതലായവ. അങ്ങനെയാണ് തേ വപു, ഗുരുവായൂരപ്പ അവിടുത്തെ രൂപം, അതായത് അവിടുന്ന് സത്വഗുണമൂർത്തിയാണ് എന്ന് പറയുന്നു. ഇത് ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം എന്ന് പറയുന്നു. ഈ പറയുന്നത് ആരാണ്? അങ്ങ് സത്വഗുണമൂർത്തിയാണ് എന്ന് പറയുന്നത് ആരാണ്? ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം, വ്യാസഭഗവാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നമ്മെപ്പോലെ സാധാരണക്കാർ പറയുന്നതല്ല. മഹാത്മാവായ വ്യാസഭഗവാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ബഹുശ ശ്രൂയത്തെ വ്യാസവാക്യം എന്നാണ്. മഹാത്മാവായ വ്യാസഭഗവാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, അങ്ങ് സത്വഗുണമൂർത്തിയാണ് ഗുരുവായൂരപ്പ എന്ന്. അപ്പോൾ അതുകൊണ്ട് തത് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് സ്വച്ഛത്വാത്, സത്വഗുണം മാത്രമായതുകൊണ്ട് വളരെ പരിശുദ്ധം. ആ പരിശുദ്ധി കൊണ്ട് ആച്ഛാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം എന്ന് പറയണം. ആച്ഛാദനമില്ലാത്ത, അതായത് കളങ്കമില്ലാത്ത ശുദ്ധമായ മനസ്സുകളിൽ, ശുദ്ധമായ ഭക്ത മനസ്സുകളിൽ പെട്ടെന്ന് ശോഭിക്കുക എന്ന സ്വഭാവത്തോടു കൂടിയതാണ് എന്നാണ്. അതാണ് ആച്ഛാദിത പരസുഖചിദ്ഗർഭ നിർഭാസരൂപം എന്ന് പറയുമ്പോൾ കളങ്കമില്ലാത്ത ഭക്ത മനസ്സുകളിൽ പെട്ടെന്ന് ശോഭിക്കുക എന്ന സ്വഭാവത്തോടു കൂടിയതാണ്. പിന്നെ കഥകൾ ആടി ഭക്തന്മാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ ലീലകളാടി. അതൊക്കെ ശ്രുതി മതി മധുരേ എന്ന് പറയുന്നു ശ്ലോകത്തിൽ. കേൾക്കാൻ വളരെ സുഖം. ശ്രുതി മതി മധുരേ പറയുമ്പോൾ കേട്ടത് വീണ്ടും മനനം ചെയ്യാൻ അതിലേറെ സുഖം. അതാണ് ശ്രുതി മതി മധുരേ. ഗുരുവായൂരപ്പ അങ്ങ് ആടിയ ലീലകൾ ഭക്തന്മാർക്ക് കേൾക്കാൻ നല്ല സുഖം. കേട്ട് കഴിഞ്ഞ് അതിനെപ്പറ്റി വീണ്ടും വീണ്ടും സ്മരിക്കുക, അതായത് മനനം ചെയ്യുക, അതിന് അതിലേറെ സുഖം. പിന്നെ സുഗ്രഹേ തേ വിഗ്രഹേ എന്ന് പറയുന്നു.
ഈ രൂപത്തിൻ്റെ, ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തിൻ്റെ ഏറ്റവും പ്രധാന ഗുണം സൗന്ദര്യം. അതുകൊണ്ട് മനസ്സിലേക്ക് എടുക്കാൻ വളരെ എളുപ്പമാണെന്നാണ്. സുഗ്രഹേ തേ വിഗ്രഹേ. ആ സൗന്ദര്യം കൊണ്ട് ഭക്ത മനസ്സിലേക്ക് എടുക്കാൻ വളരെ എളുപ്പമാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ആ രൂപത്തിൽ തസ്മിൻ തേ വിഗ്രഹേ, ഇപ്രകാരമുള്ള ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തിൽ ധന്യാഹാരമന്തേ, ഭാഗ്യവാന്മാരായിട്ടുള്ള ഭക്തന്മാർ രമിക്കുന്നു എന്നാണ്. അപ്പോൾ അതിൻ്റെ പരിശുദ്ധി നിമിത്തം ഭക്ത മനസ്സുകളിൽ, കളങ്കമില്ലാത്ത മനസ്സുകളിൽ പെട്ടെന്ന് പ്രതിബിംബിക്കുക എന്ന സ്വഭാവത്തോടു കൂടിയതാണ് ഗുരുവായൂരപ്പ അങ്ങ് ആടിയ ലീലകൾ. ശ്രുതി മതി മധുരേ, കേൾക്കാൻ നല്ല സുഖം. മതി മധുരേ പറയുമ്പോൾ വീണ്ടും അതിനെപ്പറ്റി മനനം ചെയ്യാനും വളരെയധികം സുഖം എന്നൊക്കെ പറയുന്നു ശ്ലോകത്തിൽ. പിന്നെ തേ സുഗ്രഹേ വിഗ്രഹേ എന്നാണ്. തേ തസ്മിൻ സുഗ്രഹേ വിഗ്രഹേ, മനസ്സിലേക്ക് എടുക്കാൻ വളരെയധികം എളുപ്പം ആ സൗന്ദര്യം കൊണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ള ഗുരുവായൂരപ്പ തേ വിഗ്രഹേ, അങ്ങയുടെ രൂപത്തിൽ ധന്യാഹാരമന്തേ, ഭാഗ്യവാന്മാരായ ഭക്തന്മാർ രമിക്കുന്നു. 4-ാമത്തെ ശ്ലോകം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേക മുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകല ഇതി വച ത്വത്കലസ്വേവ ഭൂമൻ. ഹേ ഭൂമൻ, അല്ലയോ ഗുരുവായൂരപ്പ, ബ്രഹ്മത്തെ ഒരു സമുദ്രമായി ഉപമിച്ചിരിക്കുകയാണ് ശ്ലോകത്തിൽ. നിഷ്കമ്പേ എന്ന് പറയുമ്പോൾ ചലനമില്ലാത്തത്, നിത്യപൂർണേ എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കുന്നത്, നിരവധി പരമാനന്ദ പീയൂഷരൂപേ എന്നാണ്. ധാരാളം പരമാനന്ദമാകുന്ന അമൃത് നിറഞ്ഞിരിക്കുന്നത്, നിർലീനാനേക മുക്താവലി സുഭഗതമേ എന്ന് പറയുമ്പോൾ മോക്ഷം കിട്ടിയ ധാരാളം ആത്മാക്കൾ നിറഞ്ഞിരിക്കുന്നത്, ഇപ്രകാരമുള്ള, അപ്പം ചലനമില്ലാത്തത്, എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കുന്നത്, ധാരാളം പരമാനന്ദമാകുന്ന അമൃത് നിറഞ്ഞിരിക്കുന്നത്, മോക്ഷം കിട്ടിയ ധാരാളം ആത്മാക്കൾ നിറഞ്ഞിരിക്കുന്നത്, ഇപ്രകാരമൊക്കെയുള്ള വളരെ പരിശുദ്ധമായ ബ്രഹ്മമാകുന്ന സമുദ്രം, നിർമ്മല ബ്രഹ്മസിന്ധൗ, ആ സമുദ്രത്തിൽ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ അപ്പൊ പറയണു. ഒരു തിരമാല പോലെ, കല്ലോലം എന്ന് പറയുമ്പോൾ തിരമാല, ഈ സമുദ്രത്തിൽ ഒരു തിരമാല പോലെ ശോഭിക്കുന്ന പരിശുദ്ധമായ സത്വഗുണം. ആ സത്വഗുണത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഗുരുവായൂരപ്പ അങ്ങയുടെ മംഗള വിഗ്രഹം. അതാണ് സത്വമാഹുസ്തദാത്മാ. അപ്പം അവിടുന്ന് സത്വഗുണമൂർത്തിയാണ് എന്ന് വീണ്ടും പറയുന്നു ഭട്ടതിരിപ്പാട്. അപ്പം പിന്നെ എങ്ങനെയാണ് കൃഷ്ണാവതാരം പൂർണ്ണാവതാരം അല്ലാതാകുന്നത് എന്നാണ്.
കസ്മാത് നോ നിഷ്കളസ്ത്വം, അങ്ങയുടെ കൃഷ്ണാവതാരം പൂർണ്ണാവതാരം തന്നെയാണ്. സകള ഇതിവച ത്വത്കലസ്വേവ ഭൂമൻ, അംശാവതാരം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പ അങ്ങയുടെ മത്സ്യാദികളായ മറ്റ് അവതാരങ്ങളെയാണ്. അപ്പോൾ ചലനമില്ലാത്തത്, എല്ലായ്പ്പോഴും നിറഞ്ഞിരിക്കുന്നത്, ധാരാളം പരമാനന്ദമാകുന്ന അമൃത് നിറഞ്ഞിരിക്കുന്നത്, ധാരാളം മോക്ഷം കിട്ടിയ ആത്മാക്കൾ നിറഞ്ഞ് ശോഭിക്കുന്നത്, ഇപ്രകാരമുള്ള നിർമ്മലമായ വളരെ പരിശുദ്ധമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിൽ കല്ലോലോല്ലാസതുല്യം ഒരു തിരമാല പോലെ ശോഭിക്കുന്ന സത്വഗുണം, വിമലതരം സത്വമാഹു, ഏറ്റവും പരിശുദ്ധമായ സത്വഗുണം ആ സത്വഗുണത്തിൽ നിന്നുമുണ്ടായ ഗുരുവായൂരപ്പ അവിടുത്തെ ശരീരം. അപ്പോൾ പിന്നെ അങ്ങയുടെ കൃഷ്ണാവതാരം എന്തുകൊണ്ട് പൂർണ്ണാവതാരമാകുന്നില്ല? ശ്ലോകത്തിൽ പറയുന്നു കസ്മാ നോ നിഷ്കളസ്ത്വം. ഗുരുവായൂരപ്പനോട് നേരിട്ട് ചോദിക്കുകയാണ് ഭട്ടതിരിപ്പാട്, അങ്ങയുടെ കൃഷ്ണാവതാരം എന്തുകൊണ്ട് പൂർണ്ണാവതാരമാകുന്നില്ല? സകള ഇതിവച ത്വത്കലാസുയേവ, അംശാവതാരം എന്ന് പറയുന്നത് ഗുരുവായൂരപ്പ അങ്ങയുടെ മത്സ്യാദികളായ മറ്റ് അവതാരങ്ങളെയാണ്. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഈ 5-ാം ശ്ലോകത്തിൽ ഗുരുവായൂരപ്പനെ 2-3 വിധത്തിൽ സംബോധന ചെയ്യുന്നുണ്ട്. ആദ്യം പറയുന്നു ഹേ അജ എന്നാണ്. ഗുരുവായൂരപ്പ അവിടുന്ന് നിർവ്യാപാര അപി എന്നാണ്, യാതൊരു പ്രവൃത്തിയും ചെയ്യാത്തവനാണ്. എങ്കിലും നിഷ്കാരണം ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ എന്ന് പറയണു. യാതൊരു കാരണവുമില്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം, അതാണ് സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠ എന്നൊക്കെ പറയേണ്ട ശ്ലോകത്തില്. അതായത് സ്വേച്ഛയാ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച്, മറ്റൊരാളുടെ പ്രേരണയില്ല, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചാണ് എല്ലാം പ്രവർത്തിക്കുന്നത് ഗുരുവായൂരപ്പ അവിടുന്ന് എന്നാണ്. അപ്പൊ മറ്റൊരാളുടെ പ്രേരണയൊന്നുമില്ല, സ്വേച്ഛയാ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ, അവിടുന്ന് കണ്ണൊന്ന് ചലിപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തിയെ ചെയ്തു. വാസ്തവത്തിൽ നിർവ്യാപാര അപി, യാതൊരു പ്രവൃത്തിയും ചെയ്യാത്ത ആളാണ്. പക്ഷേ പ്രത്യേകിച്ചൊരു കാരണമില്ലാതെ നിഷ്കാരണം എന്നൊക്കെ പറയുമ്പോൾ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ, കണ്ണൊന്ന് ചലിപ്പിക്കുക എന്നുള്ള ഒരു ക്രിയയെ ചെയ്തു. അതോടുകൂടി എന്തുണ്ടായി? തേനയേവ, അതുകൊണ്ട് തന്നെ കൽപ്പാദികാലേ ലീന അസതി കൽപ്പ പ്രകൃതി ഉദേതി എന്ന് പറയുന്നു ശ്ലോകത്തില്. ആ കണ്ണിന്റെ ഒരു ചലനം കൊണ്ട് അവിടുന്ന് തന്നെ ലയിച്ചു കിടക്കുന്നതും ലീന എന്ന് പറയുമ്പോൾ, അതുപോലെ ഇല്ലാത്തത് എന്ന് പറയപ്പെടുന്നത് അസതി കൽപ്പ എന്നൊക്കെ പറയുമ്പോൾ, അസതി കൽപ്പ പ്രകൃതി ഉദേതി കൽപ്പാദികാലേ ഉദേതി,
സൃഷ്ടിയുടെ ആരംഭത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നു. അപ്പോ തസ്യ സംശുദ്ധം അംശം, ആ പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ മായയുടെ ഏറ്റവും പരിശുദ്ധമായത് അതിരോധായകം എന്ന് പറയുന്നു ശ്ലോകത്തില്. അതായത് ജ്ഞാനത്തെ മറയ്ക്കാൻ കഴിയാത്തത്, അങ്ങനെയുള്ളതായിട്ടുള്ള. പിന്നെ കമപി എന്നൊരു വാക്ക്, അതായത് ഇന്ന പ്രകാരത്തിൽ എന്ന് പറയാൻ പറ്റാത്തത്. അപ്പൊ ജ്ഞാനത്തെ മറയ്ക്കാൻ സാധിക്കാത്തത്, ഇന്ന പ്രകാരത്തിൽ എന്ന് പറയാൻ പറ്റാത്തത്, വളരെ പരിശുദ്ധമായിട്ടുള്ളത്, അങ്ങനെയൊക്കെയുള്ളതായിട്ടുള്ള ആ മായയുടെ അംശം സത്വഗുണം, അതിനെ ആശ്രയിച്ച്, ആ സത്വഗുണത്തെ ആശ്രയിച്ച് ഗുരുവായൂരപ്പ അവിടുന്ന് രൂപം ദധാസി, അവിടുത്തെ രൂപത്തെ സ്വീകരിക്കുന്നു. അപ്പോ യാതൊരു പ്രവൃത്തിയും ചെയ്യാത്ത ആളാണ് ഹേ അജ, അവിടെ അതാണ്. അല്ലയോ ജനന മരണങ്ങൾക്ക് അതീതനായ ഗുരുവായൂരപ്പ, യാതൊരു പ്രവൃത്തിയും ചെയ്യാത്ത അവിടുന്ന് നിഷ്കാരണം, ഒരു കാരണവുമില്ലാതെ, പ്രത്യേകിച്ച് ആരുടെയും പ്രേരണ കൂടാതെ സ്വേച്ഛയാ ഈക്ഷണാഖ്യാം ക്രിയാം ഭജസേ, കണ്ണൊന്ന് ചലിപ്പിക്കുക എന്നുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നു. അതോടുകൂടി ലീന അസതി കൽപ്പ പ്രകൃതി കൽപ്പാദികാലേ ഉദേതി, അവിടുന്ന് തന്നെ ലയിച്ചു കിടക്കുന്നതും ഇല്ലാത്തത് എന്ന് പറയപ്പെടുന്നതും ആയ പ്രകൃതി ഉത്ബുദ്ധമായിത്തീരുന്നു, ഉയർത്തെഴുന്നേൽക്കുന്നു എന്ന് പറയണു. പിന്നത്തെ സംബോധനകളാണ് സ്വമഹിമ വിഭവ കുണ്ഠ വൈകുണ്ഠ എന്നൊക്കെ. അതായത് സ്വേച്ഛയാ എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന വൈകുണ്ഠവാസിയായ ഗുരുവായൂരപ്പ, തസ്യാ സംശുദ്ധം കമപീന, ആ മായയുടെ ഏറ്റവും പരിശുദ്ധമായത്, ഇന്ന പ്രകാരത്തിൽ എന്ന് പറയാൻ പറ്റാത്തത്, അതിരോധായകം, ജ്ഞാനത്തെ മറയ്ക്കാൻ ശക്തിയില്ലാത്തത്, അങ്ങനെയൊക്കെയുള്ളതായ ആ സത്വഗുണത്തെ സ്വീകരിച്ച്, ആ സത്വഗുണത്തിൻ്റെ അംശത്തെ സ്വീകരിച്ച് ഗുരുവായൂരപ്പ ത്വം രൂപം ദധാസി, അവിടുന്ന് രൂപത്തെ സ്വീകരിക്കുന്നു. 4-ാം ശ്ലോകത്തിൽ സമുദ്രത്തിനും തിരമാലയ്ക്കും വ്യത്യാസമില്ലാത്തതുപോലെ ബ്രഹ്മത്തിനും സത്വഗുണമൂർത്തിയായ ഗുരുവായൂരപ്പനും തമ്മിൽ വ്യത്യാസമില്ല. അതായത് ഗുരുവായൂരപ്പൻ സാക്ഷാൽ ബ്രഹ്മം തന്നെ എന്ന് പറഞ്ഞു. പിന്നെ ഭക്തന്റെ ഭഗവാനോടുള്ള സ്വാതന്ത്ര്യം, ഭക്തന് ഭഗവാനോട് എന്തും പറയാം, അതാണ് നാരായണീയം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുകൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീ നിശങ്കലീലാനിലയനമൃതസ്യന്തസന്തോഹമന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. 4-ാം ശ്ലോകത്തിൽ സമുദ്രത്തിനും തിരമാലയ്ക്കും വ്യത്യാസമില്ലാത്തതുപോലെ സത്വത്തിനും ബ്രഹ്മത്തിനും വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. ഗുരുവായൂരപ്പൻ സാക്ഷാൽ ബ്രഹ്മം എന്ന് 4-ഉം 5-ഉം
ശ്ലോകങ്ങൾ പറയുന്നു. അപ്പോൾ സത്വത്തിനും ബ്രഹ്മത്തിനും വ്യത്യാസമില്ല എന്ന് പറഞ്ഞു. നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസ തുല്യം എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. ഭക്തന്റെ ഭഗവാനോടുള്ള സ്വാതന്ത്ര്യം. ഭക്തന് ഭഗവാനോട് എന്തും പറയാം. അതാണ് നാരായണീയത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗുരുവായൂരപ്പൻ സാക്ഷാൽ ബ്രഹ്മം തന്നെ. ഇനി 6-ാം ശ്ലോകത്തിൽ ഗുരുവായൂരപ്പൻ്റെ മനോഹര രൂപത്തെ വർണ്ണിക്കുന്നു. ഹേ മാരുതാകാരനാഥ, ഗുരുവായൂരപ്പ, അലയോ ഗുരുവായൂരപ്പ, പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം ശ്ലോകത്തിൽ പറയുന്നു. അതായത് വെള്ളം നിറഞ്ഞ മേഘത്തിൻ്റെ, അതുപോലെ കായാമ്പൂക്കളുടെ മനോഹരമായ നീലനിറം. ആ നീലനിറത്തെ കേളികാരം കളിയാക്കുന്നു ഗുരുവായൂരപ്പൻ്റെ ശരീരത്തിൻ്റെ നീലനിറം. അതായത് വെള്ളം നിറഞ്ഞ മേഘത്തിൻ്റെ നീലനിറത്തേക്കാൾ, കായാമ്പൂക്കളുടെ നീലനിറത്തേക്കാൾ മനോഹരമാണ് ഗുരുവായൂരപ്പ അവിടുന്നിൻ്റെ ശരീരത്തിൻ്റെ നീലനിറം എന്ന് പറയുന്നു. 1-ാം ശ്ലോകത്തിൽ തന്നെ പറഞ്ഞതാണ്, അനുപമിതം, മറ്റൊരു വസ്തുവായിട്ട് ഉപമിക്കാൻ സാധിക്കില്ല എന്ന്. പിന്നത്തെ വിശേഷണം പറയുന്നു, ലാവണ്യസ്യ ഏകസാരം, അതായത് സൗന്ദര്യത്തിൻ്റെ സത്ത. അതാണ് ഗുരുവായൂരപ്പൻ. പിന്നെയോ സുകൃതി ജനദൃശാം പൂർണ്ണ പുണ്യാവതാരം എന്നാണ്. സുകൃതം ചെയ്ത ഭക്തന്മാരുടെ കണ്ണുകൾക്ക് പൂർണ്ണ പുണ്യാവതാരം, പുണ്യമായ അവതാര രൂപം. പിന്നത്തെ വിശേഷണം ലക്ഷ്മി നിശങ്കലീലാനിലയനം, സാക്ഷാൽ ശ്രീഭഗവതി യാതൊരു ശങ്കയും കൂടാതെ ആ മാറിടത്തിൽ ശോഭിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെയോ സഞ്ചിന്തകാനാം അന്ത അമൃതസ്യന്ത സന്തോഹനം സിഞ്ചത് എന്ന് പറയുന്നു. സഞ്ചിന്തകാനാം എന്നൊക്കെ പറയുമ്പോൾ ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ പരമാനന്ദമാകുന്ന അമൃതിനെ വർഷിക്കുന്നതും എന്നാണ്. സഞ്ചിന്തകാനാം എന്നൊക്കെ പറയുമ്പോൾ ധ്യാനിക്കുന്നവർ. സഞ്ചിന്തകാനാം അന്ത അമൃതസ്യന്ത സന്തോഹനം സിഞ്ചത്, ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ പരമാനന്ദമാകുന്ന അമൃതിനെ വർഷിക്കുന്നതും. സിഞ്ചത് എന്ന് പറയുമ്പോൾ വർഷിക്കുന്നു. ഇതൊക്കെ ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞ് ഇപ്രകാരമുള്ള തത്തേവപു, ഗുരുവായൂരപ്പ അങ്ങയുടെ ആ രൂപത്തെ അനുകലയെ ഞാൻ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നു. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ മനോഹര രൂപത്തെ വർണ്ണിക്കുന്നു ഈ ശ്ലോകം. ഹേ മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, പ്രത്യഗ്രധാരാധര ലളിത കളായാവലി കേളികാരം, വെള്ളം നിറഞ്ഞ മേഘം, അതുപോലെ കായാമ്പൂക്കൾ, അവയുടെ മനോഹരമായ നീലനിറത്തെ കളിയാക്കുന്നു ഗുരുവായൂരപ്പ അവിടുത്തെ ശരീരത്തിൻ്റെ നീലനിറം. അതായത് മേഘത്തിൻ്റെ നീലനിറത്തേക്കാൾ, കായാമ്പൂക്കളുടെ നീലനിറത്തേക്കാൾ അങ്ങയുടെ ശരീരത്തിൻ്റെ നീലനിറം അതിമനോഹരമാണ് എന്ന് പറയുന്നു. പിന്നെ ലാവണ്യസ്യ ഏകസാരം എന്ന് പറയുന്നു. സൗന്ദര്യത്തിൻ്റെ സത്തയാണ് അവിടുന്ന്. ഗുരുവായൂരപ്പ അവിടുന്ന് സൗന്ദര്യത്തിൻ്റെ സത്തയാണ്.
സുകൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം. സുകൃതം ചെയ്ത ഭക്തന്മാരുടെ കണ്ണുകൾക്ക് പുണ്യമായ അവതാര രൂപം. ലക്ഷ്മി നിശങ്കലീലാനിലയനം. സാക്ഷാൽ ശ്രീ ഭഗവതിയുടെ യാതൊരു ശങ്കയും കൂടാതെ ശോഭിക്കുന്നു. സാക്ഷാൽ ശ്രീ ഭഗവതി ഗുരുവായൂരപ്പ അവിടുത്തെ മാറിടത്തിൽ നിന്നും. ലക്ഷ്മി നിശങ്കലീലാനിലയനം എന്ന് പറയുമ്പോൾ ശ്രീ ഭഗവതി യാതൊരു ശങ്കയും കൂടാതെ ഗുരുവായൂരപ്പ അവിടുത്തെ മാറിടത്തിൽ ശോഭിക്കുന്നു. പിന്നെ പറയണു സഞ്ചിന്തകാനാം അന്ത അമൃതസ്യന്ത സന്തോഹനം സിഞ്ചത് എന്നാണ്. ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ പരമാനന്ദമാകുന്ന അമൃതിനെ വർഷിക്കുന്നു. ഇപ്രകാരമുള്ള തത്തേവപൂ ഗുരുവായൂരപ്പ അങ്ങയുടെ രൂപത്തെ അനുകലയെ ഞാൻ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്നു. കഷ്ട തേ സൃഷ്ടിചേഷ്ട ബഹുതര ഭവഖേദാവഹ ജീവഭാജാ ഇത്യേവം പൂർവമാലോചിതമജിത മയാ നൈവ മദ്യാഭിജാനേ നോ ചേജ്ജീവാഃ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ഏഴാം ശ്ലോകം. ഹേ അജിത തേ സൃഷ്ടിചേഷ്ട കഷ്ട. ഏഴാം ശ്ലോകത്തിൽ പറയുന്നു, അല്ലയോ ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്ത ഗുരുവായൂരപ്പ എന്നാണ്. അജിത എന്ന് പറയുമ്പോൾ ആരാലും ജയിക്കപ്പെടാൻ കഴിയാത്ത ഗുരുവായൂരപ്പ തേ സൃഷ്ടിചേഷ്ട കഷ്ട എന്ന് പറയുന്നു. അങ്ങയുടെ ഈ സൃഷ്ടിയാകുന്ന പ്രവൃത്തി വളരെ കഷ്ടമാണ്. ജീവഭാജാം ബഹുതര ഭവഖേദാവഹ എന്ന് പറയണം. ജീവാത്മാക്കൾക്ക്, അതായത് നമ്മളെപ്പോലെയുള്ളവർക്ക് പല വിധത്തിലുള്ള കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും നൽകുന്നതാണല്ലോ എന്നാണ്. ജീവഭാജാം ബഹുതര ഭവഖേദാവഹ എന്ന് പറയുമ്പോൾ ജീവാത്മാക്കൾക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങൾ നൽകുന്നവയാണല്ലോ. ഇതി മയാ പൂർവം ആലോചിതം. ഭക്തൻ ഭഗവാനോട് പറയാണ്, ഇപ്രകാരം ഗുരുവായൂരപ്പ ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു എന്നാണ്. ഇതി മയാ പൂർവം ആലോചിതം. പണ്ട് ഞാൻ എങ്ങനെയാണ് വിചാരിച്ചിരുന്നത്, എന്ത് ഈ സൃഷ്ടികർമ്മം, അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം ജീവാത്മാക്കൾക്ക്, അതായത് മനുഷ്യർക്ക് പല വിധത്തിലുള്ള ദുഃഖങ്ങളെ ഉണ്ടാക്കുന്നതാണല്ലോ എന്ന് ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു. അദ്യ ഏവം ന അഭിജാനെ. പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല എന്ന് പറയുന്നു. അദ്യ ഏവം ന അഭിജാനെ. ഇന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്താ കാരണം? നോ ചേത്. ശ്ലോകത്തിൽ പറയുന്നു, നോ ചേത്, സൃഷ്ടി ഇല്ലായിരുന്നു എങ്കിൽ ജീവാഹ ചിദ്രസാർദ്രം മധുരതരം ത്വദ്വപു. ജീവാത്മാക്കള്, അതായത് നമ്മള്
ഛിദ്രസാർദ്രം എന്നൊക്കെ പറയുമ്പോൾ ജ്ഞാനാമൃതം കൊണ്ട് തണുത്തത് എന്നൊക്കെയാണ്. അങ്ങനെയുള്ളത്. മധുരതരം, അതിമനോഹരമായത്. അങ്ങനെയുള്ള ത്വദ്വപു ഗുരുവായൂരപ്പ അവിടുത്തെ രൂപം. നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ എന്നാണ്. കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടും പാനം ചെയ്ത്, കണ്ണുകളെ കൊണ്ട് ആ രൂപം ഇങ്ങനെ കണ്ട് രസിക്കുക, അവിടുന്ന് ആടിയിട്ടുള്ള ലീലകൾ കേട്ട് കേട്ട് രസിക്കുക. അതാണ് നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ എന്നാണ്. കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടും പാനം ചെയ്തിട്ട്. എങ്ങനെയാണ്? പരമരസ സുധാംബോധിപൂരേ രമേരൻ. പരമാനന്ദമാകുന്ന അമൃതിൽ മുങ്ങി കളിച്ച് രസിക്കുക. അപ്പോൾ അല്ലയോ ആരാലും ജയിക്കപ്പെടാത്ത ഗുരുവായൂരപ്പ, ഹേ അജിത, തേ സൃഷ്ടിചേഷ്ട കഷ്ട. അങ്ങയുടെ ഈ സൃഷ്ടികർമ്മം വളരെ കഷ്ടമാണ്. കാരണം ജീവഭാജാം ബഹുതര ഭവഖേദാവഹ. ജീവാത്മാക്കൾക്ക്, അതായത് നമുക്ക് വളരെയധികം ദുഃഖങ്ങൾ നൽകുന്നവയാണല്ലോ. ഇതി മയാ പൂർവം ആലോചിതം. ഇപ്രകാരം ഗുരുവായൂരപ്പ ഞാൻ പണ്ട് ആലോചിച്ചിരുന്നു. പക്ഷേ അദ്യ ഏവം ന അഭിജാനെ, ഇന്ന് ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. എന്താ കാരണം? നോ ചേത്, ഈ സൃഷ്ടി ഇല്ലായിരുന്നുവെങ്കിൽ ജീവാഹ ജീവാത്മാക്കൾ ഛിദ്രസാർദ്രം മധുരതരം ത്വദ്വപു ജ്ഞാനാമൃതം കൊണ്ട് തണുത്തതും അതിമനോഹരവുമായ അങ്ങയുടെ രൂപം നേത്രൈ ശ്രോത്രൈശ്ച പീത്വാ പരമരസ സുധാംബോധിപൂരേ രമേരൻ. കണ്ണുകളെ കൊണ്ടും കാതുകളെ കൊണ്ടും പാനം ചെയ്ത് പരമാനന്ദമാകുന്ന അമൃതജലത്തിൽ എങ്ങനെയാണ് മുങ്ങി കുളിച്ച് കളിച്ച് രസിക്കുക? നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരനഭ്യർത്ഥിതാനഭ്യർത്ഥാൻ കാമാനജസ്രം വിതരതി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ചക്രവാടിദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. 8ാം ശ്ലോകത്തിൽ ഗുരുവായൂരപ്പനെ സ്വർഗത്തിലെ പാരിജാത വൃക്ഷമായി താരതമ്യപ്പെടുത്തി. അങ്ങ് പാരിജാത വൃക്ഷമാണ് എന്ന് ഭട്ടതിരിപ്പാട് ഉറപ്പിച്ച് പറഞ്ഞു. പിന്നീട് സ്വർഗത്തിലെ പാരിജാത വൃക്ഷത്തേക്കാൾ ശ്രേഷ്ഠമാണ് ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷം എന്നും പറയുന്നു. ഹേ ഹരേ, അല്ലയോ ഗുരുവായൂരപ്പ, നമ്രാണാം പുര സതതം സന്നിധത്തെ എന്ന് പറയണു. സ്വർഗത്തിലെ പാരിജാത വൃക്ഷത്തിനോട് എന്ത് ആവശ്യപ്പെട്ടാലും, എന്ത് ഐഹിക കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും പാരിജാത വൃക്ഷം നൽകും. പക്ഷേ ആവശ്യക്കാരൻ പാരിജാത വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലണം. ശ്ലോകത്തിൽ പറയണു, ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷം
നമ്രാണാം പുര സതതം സന്നിധത്തെ എന്നാണ്. വണങ്ങുന്നവരുടെ മുമ്പിൽ എല്ലായ്പ്പോഴും സാന്നിധ്യം നൽകുന്നു. രാത്രിയെന്നോ പകലെന്നോ മഴ വെയിൽ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെന്നോ എന്നുള്ള യാതൊരു വ്യത്യാസവും ഇല്ലാതെ ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷം നമ്രാണാം വണങ്ങുന്നവരുടെ മുമ്പിൽ എല്ലായ്പ്പോഴും സാന്നിധ്യം നൽകുന്നു. അതാണ് നമ്രാണാം പുര സതതം സന്നിധത്തെ. പിന്നെയോ പാരിജാത വൃക്ഷത്തിനോട് ഐഹിക കാര്യങ്ങൾ യാചിച്ചാൽ പാരിജാത വൃക്ഷം ഭക്തന്മാർക്ക് നൽകും. പക്ഷേ ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷത്തിനോട് ആവശ്യപ്പെടണ്ട, ചോദിക്കാതെ തന്നെ ഭക്തന് കണ്ടറിഞ്ഞ് എല്ലാ അനുഗ്രഹങ്ങളും നൽകും ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷം. അതാണ് ശ്ലോകത്തിൽ പറയണു, തൈ അനഭ്യർത്ഥിതാൻ അപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി എന്നാണ്. ഭക്തന്മാരാൽ ആവശ്യപ്പെടാതെ തന്നെ ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷം എല്ലാവിധ ഐശ്വര്യങ്ങളെയും നൽകുന്നു. അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി എന്ന് പറയുമ്പോൾ ധനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, മറ്റ് ഐഹിക സുഖങ്ങൾ എല്ലാം നൽകുന്നു എന്നാണ്. അപ്പോൾ തൈഹി അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരതി. പിന്നെ പാരിജാത വൃക്ഷത്തിന് കൊടുക്കാൻ സാധിക്കാത്തൊരു കാര്യം ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷം നൽകുന്നു. അതെന്താണ്? പരമാനന്ദ സാന്ദ്രാം ഗതിം ച ആണ്. ഒരിക്കലും നശിക്കാത്ത മോക്ഷസൗഖ്യത്തെയും ഭക്തന് ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷം നൽകുന്നു. സ്വർഗത്തിലെ പാരിജാത വൃക്ഷത്തിന് ഐഹികങ്ങളായ സുഖങ്ങളൊക്കെ നൽകാൻ കഴിയും. പക്ഷേ ഈ പരമാനന്ദ സാന്ദ്രാം ഗതിം, അത് ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷത്തിന് മാത്രമേ ഭക്തന് നൽകാൻ സാധിക്കുള്ളൂ. ഇത്തം ത്വം നിശേഷലഭ്യ. ഇപ്രകാരം ഗുരുവായൂരപ്പ അങ്ങ് എല്ലാവർക്കും ലഭിക്കുന്ന ആളാണ്. ധനികൻ, ദരിദ്രൻ, അതുപോലെ പുരുഷൻ, സ്ത്രീ, കുട്ടികൾ, മുതിർന്നവർ, വയസ്സായവർ, ഇങ്ങനെ യാതൊരു ഭേദവും ഇല്ലാതെ എല്ലാവർക്കും ഗുരുവായൂരപ്പനെ കിട്ടും. അതാണ് ഇത്തം ത്വം നിശേഷലഭ്യ. ഇപ്രകാരം ഗുരുവായൂരപ്പ അവിടുന്ന് എല്ലാവർക്കും ലഭിക്കുന്ന ആളാണ്. പിന്നെയോ നിരവധിക ഫല എന്ന് പറയണം. ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷത്തിൽ ധാരാളം ഫലങ്ങൾ തൂങ്ങിക്കിടക്കുകയാണ്. ഭക്തൻ എന്താഗ്രഹം ചോദിച്ചാലും കൊടുക്കണം. അതാണ് നിരവധിക ഫല. ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷത്തിൽ ധാരാളം ഫലങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ഇപ്രകാരമുള്ള, അതായത് എല്ലാവർക്കും ലഭിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പനാകുന്ന പാരിജാത വൃക്ഷത്തിൽ. ധാരാളം ഫലങ്ങൾ തൂങ്ങിക്കിടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പാരിജാതോ ഹരേത്വം എന്ന് പറയുന്നു ഭട്ടതിരിപ്പാട്. ഇപ്രകാരമുള്ള പാരിജാത വൃക്ഷമാണ് ഗുരുവായൂരപ്പ അവിടുന്ന് എന്നാണ്. എന്നിട്ട് ജനങ്ങൾ എന്താ ചെയ്യണത്? ക്ഷുദ്രം തം ചക്രവാടി ദ്രുമം അഭിലഷതി എന്ന് പറയണം. നമ്മളൊക്കെ നിസ്സാരമായ ആ ദേവേന്ദ്രന്റെ പൂന്തോട്ടത്തിലേക്ക് ആ പാരിജാത വൃക്ഷത്തെ ആഗ്രഹിക്കുന്നു.
ക്ഷുദ്രം തം ചക്രവാടിദ്രുമം എന്ന് പറയുമ്പോൾ ദേവേന്ദ്രന്റെ പൂന്തോട്ടത്തിലുള്ള പാരിജാത വൃക്ഷത്തെയാണ് ആഗ്രഹിക്കുന്നത് നമ്മൾ. അതാണ് ഇവിടെ വ്യർത്ഥം അർത്ഥിവ്രജോ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ യാചിക്കുന്ന ഭക്തന്മാർ, ഐഹികങ്ങളായ കാര്യങ്ങൾ യാചിക്കുന്ന ഭക്തന്മാർ, ക്ഷുദ്രം തം ചക്രവാടിദ്രുമം അഭിലഷതി, നിസ്സാരമായ ആ ദേവേന്ദ്രന്റെ പൂന്തോട്ടത്തിലെ പാരിജാത വൃക്ഷത്തെ ആഗ്രഹിക്കുന്നു. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ ത്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശതേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാഃ ത്വം ചാത്മാരാമയേ വേത്യാതുലഗുണഗണാധാര ശൗരേ നമസ്തേ. 9ാമത്തെ ശ്ലോകം. പരേ കാരുണ്യാത് അന്യം കാമം ദദതി. ശ്ലോകത്തിൽ പറയുന്നു, അതായത് ശിവൻ തുടങ്ങിയ മറ്റ് ഈശ്വരന്മാർ തങ്ങളുടെ ഭക്തന്മാരോടുള്ള കാരുണ്യ നിമിത്തം അവർ ആഗ്രഹിക്കുന്ന, അവർ യാചിക്കുന്ന വരങ്ങളെ നൽകുന്നു. ത്വം വിശേഷാത് ആത്മദ. ഗുരുവായൂരപ്പ, അങ്ങ് ഭക്തനോടുള്ള പ്രത്യേക കാരുണ്യം കൊണ്ട് ആത്മാവിനെ തന്നെ നൽകുന്നു, അതായത് മോക്ഷം. പിന്നെ പറയണു, ഐശ്വര്യാത് ജഗതി പരജനേ ഈശത്തെ എന്നാണ്. മറ്റ് ഈശ്വരന്മാര് തങ്ങളുടെ നിയന്ത്രണ ശക്തി കൊണ്ട് തങ്ങളുടെ ഭക്തന്മാരെ നിയന്ത്രിക്കുന്നു. ത്വം സ്വാത്മന അപി ഈശ്വര. ഗുരുവായൂരപ്പ, അങ്ങാണെങ്കിലോ എല്ലാവരുടെയും അന്തര്യാമിയായി വർത്തിച്ച് ആത്മാവിനെ പോലും നാഥനാകുന്നു. അങ്ങ് എല്ലാവരുടെയും അന്തര്യാമിയായി വർത്തിച്ച് ആത്മാവിന് പോലും നാഥനാകുന്നു. അതായത് അന്തര്യാമിയായി വർത്തിച്ച് ആത്മാവിനെ തന്നെ നിയന്ത്രിക്കുന്നു. പിന്നെ പറയണു ശ്ലോകത്തില്, സ്ഫീതഭാഗ്യാഃ ചേതനാഃ പ്രതിപദമധുരേ ത്വയി ഉച്ചൈ ആരമന്തി എന്നാണ്. ധാരാളം ഭാഗ്യം നിറഞ്ഞ ഭക്തന്മാര്, സ്ഫീതഭാഗ്യ എന്നൊക്കെ പറയുമ്പോൾ വർദ്ധിച്ച ഭാഗ്യം ഉള്ള ഭക്തന്മാര്, പ്രതിപദ മധുരേ എന്നൊക്കെ പറയുമ്പോൾ പ്രതിപദം, ദ്വിതീയ, തൃതീയ, അങ്ങനെ ചന്ദ്രന്റെ ബിംബം വളരുന്നത് പോലെ എന്നൊക്കെ പറയാം. പ്രതിപദ മധുര എന്നൊക്കെ പറയുമ്പോൾ ഓരോ മുമ്പ് പറഞ്ഞു ഓരോ സെക്കൻഡും വർദ്ധിക്കുന്നു എന്നൊക്കെ. ഇവിടെ പ്രതിപദ മധുര എന്ന് പറയുമ്പോൾ ചന്ദ്രന്റെ ഇത് വർദ്ധിക്കുന്നത് പോലെ, പ്രതിപദം, ദ്വിതീയ തുടങ്ങി അങ്ങനെ വർദ്ധിക്കുന്നത് പോലെ എന്നൊക്കെയാണ്. ത്വയി ഉച്ചൈ ആരമന്തി, അങ്ങനെ ഓരോ സെക്കൻഡും സൗന്ദര്യം വർദ്ധിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങിൽ രമിക്കുന്നു. സ്ഫീതഭാഗ്യാഃ ചേതനാഃ ത്വയി ഉച്ചൈ ആരമന്തി. പ്രതിപദ മധുരേ ത്വയി എന്നൊക്കെ പറയുമ്പോൾ ഓരോ സെക്കൻഡും ഈ പറഞ്ഞ പോലെ സൗന്ദര്യം വർദ്ധിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങിൽ ഭാഗ്യം നിറഞ്ഞ ഭക്തന്മാര്, വർദ്ധിച്ച ഭാഗ്യമുള്ള ഭക്തന്മാര് വളരെ രമിക്കുന്നു. ത്വം ച
ആത്മാരാമ ഏവ എന്നാണ്. ഗുരുവായൂരപ്പ അങ്ങാണെങ്കിലോ അങ്ങിൽ തന്നെ രമിക്കുന്നു എന്നാണ്. അങ്ങയുടെ യോഗനിദ്രയ്ക്കാണ്. അങ്ങ് അങ്ങിൽ തന്നെ രമിക്കുന്നു. ത്വം ച ആത്മാരാമ എന്ന് പറയുമ്പോൾ ഇപ്രകാരം അതുല ഗുണഗണാധാര എന്നാണ്. അതുലങ്ങളായ ഗുണങ്ങൾക്ക് ആധാരമായ ഗുരുവായൂരപ്പ. പല വിധത്തിലുള്ള ഗുണങ്ങൾ, അതുലങ്ങളായ, തുല്യപ്പെടുത്താൻ സാധിക്കാത്തതായ അനേകം ഗുണങ്ങൾ നിറഞ്ഞ, ഗുണങ്ങൾക്ക് ആധാരമായ ഗുരുവായൂരപ്പ, ശൗരേ തേ നമ എന്നാണ്. ഇപ്രകാരമുള്ള ശൗരേ ഗുരുവായൂരപ്പ, അങ്ങയ്ക്ക് നമസ്കാരം. പരേ കാരുണ്യാത് അന്യം കാമം ദദതി. മറ്റ് ഈശ്വരന്മാര്, ശിവൻ തുടങ്ങിയുള്ള ഈശ്വരന്മാര് തങ്ങളുടെ ഭക്തന്മാരോടുള്ള കാരുണ്യ നിമിത്തം അവർക്ക് വേണ്ടതായിട്ടുള്ള വരങ്ങളെയൊക്കെ നൽകുന്നു. ത്വം വിശേഷാത് ആത്മദഃ, അങ്ങാകട്ടെ ആത്മാവിനെ തന്നെ നൽകുന്നു. അന്യേ ഐശ്വര്യാത് ജഗതി പരജനേ ഈശതേ. മറ്റ് ഈശ്വരന്മാര് തങ്ങളുടെ നിയന്ത്രണ ശക്തി കൊണ്ട് സ്വന്തം ഭക്തന്മാരെ നിയന്ത്രിക്കുന്നു. ത്വം സ്വാത്മന അപി ഈശ്വര, ഗുരുവായൂരപ്പ അങ്ങാകട്ടെ എല്ലാവരുടെയും അന്തര്യാമിയായി, എല്ലാവരുടെയും അന്തരാത്മാവിന് പോലും നാഥനാകുന്നു. അതായത് അങ്ങ് എല്ലാവരുടെയും അന്തര്യാമിയായി വർത്തിച്ച് ആത്മാവിനെ തന്നെ നിയന്ത്രിക്കുന്നു. സ്ഫീതഭാഗ്യാഃ പ്രതിപദമധുരേ ത്വയി ആരമന്തി. സ്ഫീതഭാഗ്യാഃ പ്രതിപദമധുരേ ത്വയി ഉച്ചൈ ആരമന്തി. ഭാഗ്യം നിറഞ്ഞ ഭക്തന്മാര് ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സൗന്ദര്യത്തോടു കൂടിയ ഗുരുവായൂരപ്പ അങ്ങിൽ നിന്നാണ്. പ്രതിപദ മധുര എന്നൊക്കെ പറയുമ്പോൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന സൗന്ദര്യത്തോടു കൂടിയ ഗുരുവായൂരപ്പ അങ്ങയിൽ രമിക്കുന്നു. ആരമന്തി, അങ്ങയിൽ രമിക്കുന്നു. ത്വം ച ആത്മാരാമ, അങ്ങാകട്ടെ സ്വയം അങ്ങിൽ തന്നെ രമിക്കുന്നു. അതായത് യോഗനിദ്രയൊക്കെ ചെയ്യുമ്പോൾ അതാണ് സംഭവിക്കുന്നത്, സ്വയം രമിക്കുന്നു. ഇപ്രകാരം അതുല ഗുണഗണാധാര ശൗരേ നമസ്തേ എന്നാണ്. ഇപ്രകാരം തുല്യപ്പെടുത്താൻ പറ്റാത്തതായ ധാരാളം ഗുണങ്ങൾക്ക് ആധാരമായ ഗുരുവായൂരപ്പ എന്നാണ്. അതുല ഗുണഗണാധാര എന്നൊക്കെ പറയുമ്പോൾ തുല്യപ്പെടുത്താൻ പറ്റാത്ത ധാരാളം ഗുണങ്ങൾക്ക് ആധാരമായ ശൗരേ ഗുരുവായൂരപ്പ തേ നമ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമപി യശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി തേ സംഘവാർത്താ തദ്വാതാകാരവാസിന്മുരഹര ഭഗവത്ശബ്ദമുഖ്യാശ്രയോസി. ഒന്നാമത്തെ ദശകത്തിലെ 10ാമത്തെ, അതായത് അവസാനത്തെ ശ്ലോകം. ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പനോട് പറയുന്നു. ഗുരുവായൂരപ്പന് ഭട്ടതിരിപ്പാട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കണം. എന്താണ്? ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഗുരുവായൂരപ്പ, അങ്ങാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ.
എന്താണ് കാരണം? ഭഗവാൻ എന്ന് വിളിക്കണമെങ്കിൽ 6 ഗുണങ്ങൾ തികഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് 6 ഗുണങ്ങൾ? ഒന്നാമത്തെ ഗുണം ഐശ്വര്യം. ഇവിടെ ഐശ്വര്യം എന്ന് പറയുമ്പോൾ നിയന്ത്രണ ശക്തി, അതായത് എല്ലാവരെയും നിയന്ത്രിക്കാനുള്ള ശക്തി. അപ്പൊ ഐശ്വര്യത്തിന്റെ കാര്യത്തിൽ ഗുരുവായൂരപ്പ അവിടുന്ന് ശങ്കരാദീശ്വര വിനിയമനം എന്ന് പറയുന്നു. അങ്ങ് ശങ്കരൻ മുതലായ ഈശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഗുണം വീര്യം, അതായത് തേജസ്. നിയന്ത്രണ ശക്തിയുടെ കാര്യത്തിൽ ശങ്കരാദീശ്വര വിനിയമനം എന്ന് പറയുന്ന ശ്ലോകത്തില് ശങ്കരൻ മുതലായ ഈശ്വരന്മാരെ പോലും നിയന്ത്രിക്കുന്നു. രണ്ടാമത്തെ ഗുണം വീര്യം. അതെന്താ? തേജസ്. വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ലോകത്തിലുള്ള മറ്റ് സകല വസ്തുക്കളുടെയും തേജസ്സിനെ അമർത്തുന്ന ശിവൻ മുതലായവരുടെ തേജസ്സിനെ ഗുരുവായൂരപ്പ അവിടുന്നിന്റെ തേജസ് അമർത്തുന്നു. അതാണ് വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം എന്നാണ് ശ്ലോകത്തിൽ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ ഗുണം യശസ്. യശോ നിസ്പൃഹൈഷ്ടോപഗീതം. വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം. പിന്നെ യശസ്സിന്റെ കാര്യത്തിൽ വിമലമതി യശോ നിസ്പൃഹൈഷ്ടോപഗീതം എന്നാണ്. വളരെ നിർമ്മലമായ പരിശുദ്ധമായ യശസ്. പിന്നെ ഗുരുവായൂരപ്പ അങ്ങയുടെ യശസ്സിനെ പറ്റി ആരാണ് പാടി പുകഴ്ത്തുന്നത്? യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാത്ത സനകാദി മഹർഷിമാരാണ് ഗുരുവായൂരപ്പ അവിടുത്തെ യശസ്സിനെ പറ്റി പാടി പുകഴ്ത്തുന്നത്. അതാണ് യശോ നിസ്പൃഹൈഷ്ടോപഗീതം. നിസ്പൃഹന്മാര് പറഞ്ഞാൽ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാത്ത ആളുകൾ. സനകാദി മഹർഷിമാരെ പോലെയുള്ള ആളുകളാണ് ഗുരുവായൂരപ്പ അങ്ങയുടെ യശസ്സിനെ പറ്റി പാടി പുകഴ്ത്തുന്നു. പണ്ട് രാജാക്കന്മാരുടെ സദസ്സിൽ സ്തുതി പാഠകന്മാര് എന്നൊരു വിഭാഗമുണ്ട്. അവരുടെ ജോലി എന്താണ്? രാജാവിനെ പറ്റി പുകഴ്ത്തി പാടുക. അങ്ങനെ രാജാവിനെ പറ്റി പുകഴ്ത്തി പാടുന്നതിന് അവർക്ക് പ്രതിഫലം കൊടുക്കും. ഇവിടെ നിസ്സംഗന്മാരായ, അതായത് യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാത്ത സനകാദി മഹർഷിമാരാണ് ഗുരുവായൂരപ്പ അവിടുത്തെ യശസ്സിനെ പറ്റി പാടി പുകഴ്ത്തുന്നത്. അപ്പൊ യശോ നിസ്പൃഹൈഷ്ടോപഗീതം. പിന്നത്തെ ഗുണം എന്താ? ശ്രീ. ശ്രീയുടെ കാര്യത്തിൽ പറയേ വേണ്ട. കാരണം ഗുരുവായൂരപ്പ അങ്ങയുടെ മാറിടത്തിൽ തന്നെ ശ്രീ ഭഗവതി ശോഭിക്കുന്നു. ഇതാണ് ശ്ലോകത്തിൽ പറയുന്നു, അംഗസംഗ സദാശ്രീ. അങ്ങയുടെ മാറിടത്തിൽ തന്നെ സാക്ഷാൽ ശ്രീ ഭഗവതി ശോഭിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നത്തെ ഗുണം എന്താണ്? ജ്ഞാനം. അതിന് ശ്ലോകം പറയുന്നു, അഖില വിത്ത് അസീന. അംഗാസംഗ സദാശ്രീ അഖില വിദ് അസീന. അഖില വിത്ത് അസി.
ത്വം അഖിലവിത് അസി എന്നാണ്. അസി എന്നുള്ള ക്രിയ വരുമ്പോൾ കർത്താവ് എപ്പോഴും ത്വം ആണ്. ത്വം അഖിലവിത് അസി. ഗുരുവായൂരപ്പ, അങ്ങ് എല്ലാം അറിയുന്നവനാകുന്നു. ജ്ഞാനത്തിന്റെ കാര്യം പറയുമ്പോൾ ഗുരുവായൂരപ്പ അവിടുന്ന് എല്ലാം അറിയുന്നവനാകുന്നു. അപ്പോ അംഗാസംഗാ സദാ ശ്രീരഖില വിദസി ക്വാപിതേ സംഘവാർത്ത. അവസാനത്തെ ഗുണം എന്താണ്? നിസ്സംഗത്വം. അങ്ങയെക്കുറിച്ച് ആസക്തിയുടെ ഒരു കഥ പോലുമില്ല. ഇതാണ് ക്വാപിതേ സംഘവാർത്ത എന്നൊക്കെ പറയുമ്പോൾ. അങ്ങയെ സംബന്ധിച്ച് അങ്ങ് നിസ്സംഗനാണ്. അങ്ങയെ സംബന്ധിച്ച് ആസക്തിയുടെ ഒരു കഥ പോലും ഇല്ല. അഭിമന്യു, ഗുരുവായൂരപ്പ അവിടുത്തെ പ്രിയപ്പെട്ട മരുമകൻ മരിച്ചു കിടക്കുന്നു. മാതാവ് സുഭദ്ര വാവിട്ട് നിലവിളിക്കുന്നു. ആ രംഗം ഗുരുവായൂരപ്പ അവിടുന്ന് നിസ്സംഗനായി നോക്കിക്കാണുന്നു. അപ്പോ ആറാമത്തെ ഗുണമായ നിസ്സംഗത്വം, അതും ഗുരുവായൂരപ്പ അവിടത്തേക്ക് ഉണ്ട്. ഇപ്രകാരം ഒരു ഭഗവാന് വേണ്ടതായിട്ടുള്ള 6 ഗുണങ്ങൾ തികഞ്ഞിരിക്കുന്ന ഗുരുവായൂരപ്പ അങ്ങ് തന്നെയാണ് ഭഗവത് ശബ്ദ മുഖ്യാശ്രയോസി. ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. അപ്പോ നിയന്ത്രണ ശക്തി, കൺട്രോളിംഗ് പവർ, അതിന്റെ കാര്യത്തിൽ ശങ്കരാദീശ്വര വിനിയമനം, ശങ്കരൻ മുതലായ ഈശ്വരന്മാരെ പോലും ഗുരുവായൂരപ്പ അവിടുന്ന് നിയന്ത്രിക്കുന്നു. തേജസ്സിന്റെ കാര്യത്തില് വീര്യം, അതായത് തേജസ്, അതിന്റെ കാര്യത്തിൽ വിശ്വതേജോഹരാണാം തേജസ് സംഹാരി വീര്യം, മറ്റ് ലോകത്തിലുള്ള മറ്റ് സകല വസ്തുക്കളുടെയും തേജസ്സിനെ അമർത്തുന്ന ശിവൻ മുതലായവരുടെ തേജസ്സിനെ ഗുരുവായൂരപ്പ അവിടുത്തെ തേജസ് അമർത്തുന്നു. പിന്നെ യശസ്സിന്റെ കാര്യം, 3ാമത്തെ ഗുണം, അത് വിമലം, വളരെ പരിശുദ്ധമായ യശസ്. നിസ്പൃഹൈഹീച്ച ഉപഗീതം, ഒന്നും ആഗ്രഹിക്കാത്ത സനകാദി മഹർഷിമാരാൽ അങ്ങയുടെ യശസ് പാടി പുകഴ്ത്തപ്പെടുന്നു. പിന്നത്തെ ഗുണം ശ്രീ, അംഗാസംഗാ സദാ ശ്രീ, അവിടുത്തെ മാറിടത്തിൽ തന്നെ ശ്രീ ഭഗവതി ശോഭിക്കുന്നു. പിന്നത്തെ ഗുണം ജ്ഞാനം. ജ്ഞാനത്തിന്റെ കാര്യത്തിലോ ത്വം അഖിലവിത് അസി, ഗുരുവായൂരപ്പ അവിടുന്ന് എല്ലാം അറിയുന്നവനാകുന്നു. പിന്നെ 6ാമത്തെ ഗുണമായ നിസ്സംഗത്വം. തേ ക്വാപി സംഘവാർത്താന, അങ്ങയുടെ കാര്യത്തിൽ ആസക്തിയുടെ ഒരു കഥ പോലും ഇല്ല. അതായത് നിസ്സംഗത്വം 6ാമത്തെ ഗുണം. അപ്പോ ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, അഖിലവിത്, ജ്ഞാനം, നിസ്സംഗത്വം, ഇങ്ങനെ 6 ഗുണങ്ങൾ നിറഞ്ഞ ഗുരുവായൂരപ്പ അവിടുന്ന് തന്നെയാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ.
യാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. യാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. യാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. യാണ് ഭഗവാൻ എന്ന ശബ്ദത്തിന് യോഗ്യൻ. യാണ്